എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ചെറുനാരങ്ങ പിഴിഞ്ഞത്, 1 കപ്പ് മല്ലിയില, കുറച്ച് പുതിനയില, 3 സവാള ഫ്രൈ ചെയ്തത് എടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തൈര്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കൂടുതൽ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ പാനിലാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബിരിയാണി റൈസ് തയ്യാറാക്കിയെടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് പുതിനയില. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ദം ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞതാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത മിക്സാണിത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, സവാള ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കാം. ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ബിരിയാണി ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ടാണ് എനിക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ തോന്നിയത്. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.